നമ്മൾ നല്ല ലയിക്കാറുണ്ട് അല്ലേ? ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ, പാട്ടിലാണോ ലയിച്ചത്? പാട്ടിൽ പറയുന്ന ഹബീബിലാണോ ലയിച്ചതെന്ന്? പാട്ടിൽ പറയുന്ന ഹബീബിലല്ല ലയിച്ചത്, പാട്ടിലാണ് ലയിച്ചത്. അത് ചിലപ്പോൾ അതേ ടൂണിൽ ഇപ്പോൾ ഒരു സിനിമ പാട്ടാണെങ്കിൽ അതിൽ ചിലപ്പോൾ ലയിക്കും. ആ ഒരു താളത്തിലുള്ള ലയനം കിട്ടിയതാണ്. അല്ലെങ്കിൽ അതൊരു എന്താ പറയുക, മറ്റേ മമ്പുട്ട ഹംസ അങ്ങനെയൊക്കെ അങ്ങനെയുള്ള പാട്ട് കണ്ടാവില്ലേ, അതിലും ഇസ്ലാമിലുണ്ട്. ആ പാട്ടിൻ്റെ ഒരു, അതായത് ഒരു ബീറ്റ അല്ലെങ്കിൽ ഗാമ ലെവൽ മ്യൂസിക് എന്ന് അതിന് പറയാം. അങ്ങനെയുള്ള പാട്ട് അത് നമ്മൾ ലയിക്കാനുള്ളതാണ്. ആ ഒരു ലൈൻ ഉണ്ടാവും. പക്ഷെ നമ്മൾ ആ ഒരു താളത്തിനൂടെ ലയിച്ചിട്ടുള്ളൂ. അതിൽ പറയുന്ന മെഹബൂബിനോട് നമ്മൾ ലയിച്ചിട്ടില്ല. പാട്ടിൽ ലയിച്ചിട്ടുണ്ട്. അപ്പം അതേ രീതിയിൽ നാളെ ഒരാൾ സിനിമ പാട്ട് പാടി ചിലപ്പോൾ അതിൽ ലയിക്കും. ഏതുപോലെ ഇപ്പം ചില ആൾക്ക് റസൂലുള്ളാഹിന്റെ ചരിത്രം കേട്ടിട്ട് കരഞ്ഞിട്ട് കണ്ണുനീര് കണ്ടൊക്കെ അങ്ങനെ കുറേ വന്നിട്ട് കൊണ്ടുവന്ന കർച്ചീഫ് മൊത്തം നനഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ ആൾക്ക് തോന്നി, നമുക്ക് തോന്നി ചിലപ്പോൾ ആൾക്ക് റസൂലിൽ ലയിച്ചിട്ടാണ്. അല്ല, നാളെ പിന്നെ ഏതോ ഒരു സിനിമ കണ്ടാൽ അതിൽ, അല്ലെങ്കിൽ നാളെ ഏതോ ഒരു സീരിയൽ കണ്ടാൽ അതിൽ ഇതിനേക്കാളും കരയും. ചിലപ്പോൾ അത് കരയുക റിലേറ്റബിൾ ഇമോഷണൽ പേഴ്സണാലിറ്റി ഉള്ളത് കൊണ്ട് കരഞ്ഞതാണ്. അപ്പോൾ നാളെ ചിലപ്പോൾ ഏതോ ഒരു കൊള്ളക്കാരൻ്റെ സങ്കടകരമായ കഥ കേട്ടാൽ അതിലും കരയും. നാളെ ഒരു നോവൽ വായിച്ചാൽ അതിലും കരയും. സീരിയൽ കണ്ടാൽ അതിലും കരയും. കരഞ്ഞു